ഹലോ, വളരെ വൈറലായിട്ടുള്ളൊരു ബംഗാളി ഡിഷായിട്ടുള്ള ദഹി ബാഗ് എന്ന് പറഞ്ഞ ഡിഷാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം. അപ്പോൾ വഴുതനങ്ങ ഒന്നും കഴിക്കാത്തവർക്ക് ഇത് എളുപ്പത്തിൽ റെഡിയാക്കാം. വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം നമ്മളത് പൊരിക്കാനായിട്ടുള്ള ഫ്രൈ ചെയ്യാനായിട്ടുള്ള കൂട്ട് റെഡിയാക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് വഴുതനയിൽ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം നമ്മളത് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാനിലോട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ അധികം ഒഴിക്കേണ്ട, കാരണം ഈ വഴുതനങ്ങ എണ്ണ പിടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേകതരം മണമാണ് കേട്ടോ കറിവേപ്പില വറുത്തെടുക്കുമ്പോൾ. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ എടുത്ത് കുറച്ചായിട്ട് വെച്ച് കൊടുത്ത് പൊരിച്ചെടുക്കുക. 2 സൈഡും നിങ്ങൾ ഫ്ലെയിം ചെറുതായിട്ട് ഇട്ടിട്ട് മുരിച്ചെടുക്കുക. അപ്പം ഇത് മുരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ മറിച്ചിട്ട് 2 സൈഡും ഒരു കളറ്, ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിപ്പം അത്യാവശ്യം മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കുട്ടികളൊന്നും വഴുതനങ്ങ തിന്നുന്നില്ലേ, നിങ്ങൾ ഇങ്ങനെ കറി റെഡിയാക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് അവർ കഴിച്ചോളും. അതിനുശേഷം ഈ ഒരു പരുവത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട തൈര് എടുത്ത് ഇളക്കിയിട്ട് ഈ പൊരിച്ച് വെച്ച വഴുതനങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പയ്യെ ഉടയാത്ത രീതിയിൽ നമ്മൾ തൈരും ഈ ഒരു വറുത്തതും കൂടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് തൈരിലോട്ട് മുക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഉള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. ഒരു എണ്ണ വെച്ച് അതിനകത്തോട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി, ഇവിടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവോളയാണ് എടുത്തിട്ടില്ല. പിന്നെ വറ്റൽ മുളക് വറക്കാനായിട്ട് ഇടുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ നമ്മളുടെ കറിയിലോട്ട് ഇത് ഒഴിച്ചിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങ് മൂടി വയ്ക്കാം. ഒരിത്തിരി നേരം മൂടി വെച്ചതിന് ശേഷം നമ്മളിത് തുറക്കുമ്പോൾ ശരിക്കും അതിൻ്റെ മണം നമുക്കറിയാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും പിള്ളേർ കഴിച്ചോളും. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, പക്ഷെ ഞാൻ കുറേ ചോറ് കഴിച്ചായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഏട്ടന് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ്. ഇതിപ്പം നോർത്തിലെ ഒരു ഡിഷാണെന്നുണ്ടെങ്കിലും മലയാളികൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബായ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു, താങ്ക് യു.